അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ് ക്രമീകരിച്ചിരുന്നത്. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനമാണ് നടന്നത്. VR സത്യൻ, സന്തോഷ് മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അടിമാലി സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ സരിത വേണുഗോപാലാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ CR സന്തോഷാണ് ആൽബത്തിനായി വരികൾ രചിച്ചത്. സുജിത് കൃഷ്ണൻ വരികൾക്ക് സംഗീതം നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി. നേരത്തെ മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടനവധി കേസുകൾ തെളിയിക്കുന്നതിൽ വളരെയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സന്തോഷ്. അദ്ദേഹമാണ് ഈ ഡിവോഷണൽ ഗാനത്തിന്റെ വരികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. സന്തോഷത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അടിമാലി SNDP യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ആൽബത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ശ്രേഷ്ഠന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഉത്സവ സമയത്ത് തൃക്കൊടിയേറ്റ് നടക്കുന്നതോടുകൂടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ചൈതന്യം ഈ നാട്ടിലാകെ വ്യാപിക്കുന്നു. കൊടിയേറ്റിന് ശേഷം വരുന്ന ആളുകളിൽ നടത്തുന്ന മന്ത്രജപങ്ങളും കലശാഭിഷേകവും ക്ഷേത്ര ചൈതന്യത്തെ ഓരോ ദിനവും വർദ്ധിപ്പിക്കുന്നു. ആ ചൈതന്യം ഈ ദേശത്തും നാട്ടിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും എത്തിച്ചേരും എന്നുള്ള ശാസ്ത്രീയ വശമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേർന്ന് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. രാജാക്കാട് SNDP യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജിജു ജോൺ, സനോജ് നോബിൾ, മനു ചമ്പാട്ട്, ജിൻസൺ പോൾ, വിഷ്ണു രാജു, പ്രീത് നാട്യാഞ്ജലി, സിനീഷ് മോഹനൻ എന്നിവരാണ് ആൽബത്തിന് പിന്നിലെ മറ്റു അണിയറ പ്രവർത്തകർ.